ഷോറൂം ജീവനക്കാരന്റെ മരണത്തിന് ഇടയാക്കിയ റേഞ്ച് റോവർ കാർ അപകടത്തിൽ വാഹനം ഓടിച്ചയാളെ സംരക്ഷിക്കുന്നുവെന്ന് മരിച്ച റോഷൻ ആന്റണിയുടെ ഭാര്യ ഷെൽമ. ട്രേഡ് യൂണിയന്റെ ആളുകൾ വിളിച്ചതുകൊണ്ടാണ് റോഷൻ കാർ ഇറക്കാൻ പോയത്. വാഹനം ഓടിച്ച അൻഷാദിനെ സംരക്ഷിക്കാൻ ശ്രമങ്ങളുണ്ടെന്നും ഷെൽമ ജനം ടിവിയോട് പറഞ്ഞു. പരിശീലനം ലഭിക്കാത്ത CITU തൊഴിലാളി കണ്ടെയ്നറിൽ നിന്ന് കാർ ഇറക്കിയതാണ് അപകടത്തിനിടയാക്കിയതെന്നും ആരോപണം ഉയർന്നിരുന്നു. മുമ്പും കാർ ഇറക്കാൻ യൂണിയൻ പ്രവർത്തകർ വിളിച്ചപ്പോൾ റോഷൻ പോയിട്ടുണ്ട്. അൻഷാദ് CITU പ്രവർത്തനമല്ലെന്നായിരുന്നു യൂണിയൻ വ്യക്തമാക്കിയത്. അപകടമുണ്ടാക്കിയ അൻഷാദിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം മറച്ചുവെക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഷെൽമ ചോദിച്ചു. ചെയ്ത ആളുണ്ടല്ലോ, വണ്ടി ഓടിച്ച ആള് അൻഷാദ്, അയാൾക്കുടെ ഒരു ഡീറ്റെയിൽസും വന്നിട്ടില്ല. അയാളുടെ ഒരു ഫോട്ടോയോ ഏജോ ഒന്നും വന്നിട്ടില്ല, അഡ്രസ്സോ ഒന്നും വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അങ്ങനെ എല്ലാ കേസിലും അങ്ങനെ ഇരിക്കുമോ? അപ്പോൾ പുറത്ത് വിടുന്നില്ല. അപ്പൊ അതെന്തായാലും ഹൈഡ് ചെയ്യുന്നത് പോലെയല്ലേ ഇത്? ഇവിടെ ഹസ്ബൻഡ് പോയത് യൂണിയനിൽ നിന്ന് ആള് വിളിച്ചിട്ടാണ് പോയത്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അറിയില്ലാത്ത ആള് ഓടിക്കേണ്ടിയില്ലായിരുന്നു. കുറച്ചും കൂടി ഇങ്ങനത്തെ ലക്ഷറി വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചും കൂടി ട്രെയിനിങ് എടുത്ത ആൾക്കാർ അതുമായിട്ട് ചെയ്യണമായിരുന്നു. യൂണിയൻ നേതാക്കളോ ജനപ്രതിനിധികളോ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ലെന്നും ഷെൽമ പറഞ്ഞു. ഇപ്പൊ പറയുന്നത് CITUവിലെ ഒരാളാണെന്നാണല്ലോ അവര് തള്ളി പറഞ്ഞു. എന്നാലും CITUവിലെ ആളാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഒരു ആരെങ്കിലും ഒരു മരണവീടല്ലേ, ആദ്യമായിട്ടാണ് ഇങ്ങനെ കേരളത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വന്ന് തിരക്കാലോ. ആരും വന്നിട്ടില്ല, യൂണിയൻ ആൾക്കാരും വന്നിട്ടില്ല, MLAയും വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല ഇങ്ങോട്ട്. ട്രെയിലറിൽ നിന്ന് വാഹന ഷോറൂമിന്റെ ചളിക്കവട്ടത്തെ യാർഡിലേക്ക് ഇറക്കിയ കാറിടിച്ചായിരുന്നു ഷോറൂം ജീവനക്കാരൻ മട്ടാഞ്ചേരി സ്വദേശി റോഷൻ മരിച്ചത്. ഞായറാഴ്ചയായിരുന്നു അപകടം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. മാനുഷിക പിഴവാണ് അപകടത്തിന് കാരണമെന്നും കാറിന് സാങ്കേതിക തകരാറുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. റാമ്പിലൂടെ വാഹനമോടിച്ച് താഴെയിറക്കാൻ വൈദഗ്ധ്യമില്ലാത്തയാളായിരുന്നു വാഹനമോടിച്ചത്. ജനം, കൊച്ചി.